മനുഷ്യപ്രവർത്തനത്തിന്റെ എല്ലാ മേഖലകളെയും നിശ്ചലതയിലും അനിശ്ചിതത്വത്തിലും തളച്ചിട്ട ഈ കാലത്ത് അക്കാഡമിക സമൂഹം കൂടുതൽ ഉണർന്നിരിക്കുന്നു എന്നത് ഏറെ പ്രതീക്ഷയുണർത്തുന്നതും സന്തോഷം തരുന്നതുമായ ഒരു സംഗതിയാണ്. സെമിനാറുകൾ വെബിനാറുകളിലേക്ക് മാറുമ്പോൾ അത് കൂടുതൽ പേർക്ക് പ്രയോജനം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും ജനാധിപത്യപരവും ക്രിയാത്മകവുമായ ഒരു വേദിയായി സൈബറിടങ്ങൾ മാറുന്നു എന്നത് കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു അനിവാര്യതയാണ്. ഈ അവസരത്തിലാണ് ഹയർ സെക്കൻഡറി മലയാളം അധ്യാപകരുടെ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഇത്തരം വെബിനാറുകൾ. തീർച്ചയായും അത് വളരെയധികം പ്രയോജനപ്രദം തന്നെയാണ്. ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അഭിനന്ദിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വെബിനാറിന്റെ വിഷയം ആഖ്യാന ശാസ്ത്രം, പൊരുളും വഴിയും എന്നതാണ്. ഇത് അവതരിപ്പിക്കുന്നത് ചാലക്കുടി പനമ്പിള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലെ മലയാള അധ്യാപകനായ ശ്രീ SS ജയകുമാർ സാറാണ്. വളരെ വിപുലമായ മേഖലയാണ് ആഖ്യാന ശാസ്ത്രത്തിൻ്റെത് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഒരു വെബിനാർ കൊണ്ട് തീരേണ്ട വിഷയവുമല്ല. എന്നാലും ആഖ്യാനത്തിൻ്റെ സൈദ്ധാന്തിക തലവും അതിൻ്റെ രീതിശാസ്ത്രവും വിവിധ ആഖ്യാന രീതികൾ കൃതികളിൽ എങ്ങനെയൊക്കെയാണ് ഫലപ്രദമാവുന്നത് എന്നതിനെ കുറിച്ചുമൊക്കെ ജയകുമാർ സാർ വളരെ വിശദമായി സംസാരിക്കും എന്ന് തന്നെ കരുതുന്നു. അതുപോലെ തന്നെ വ്യത്യസ്തമായ ആഖ്യാന തന്ത്രങ്ങൾ ഒരു രചനയിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ അത് ആസ്വാദനത്തിന് എത്രത്തോളം സഹായകമാകുന്നുണ്ട്. പുതിയ ആഖ്യാന തന്ത്രങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിനെ അനുകരണങ്ങളിലൂടെ സാമാന്യവൽക്കരിക്കുകയാണോ അതല്ല അതിൻ്റെ ഫലപ്രാപ്തി വിശകലനം ചെയ്യുകയാണോ വേണ്ടത്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും പ്രസക്തമാണ് എന്നെനിക്ക് തോന്നുന്നു. ഇന്നത്തെ വിഷയാവതാരകനായ ജയകുമാർ സാറിനെ മലയാള അധ്യാപകർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്യുന്നത് ചാലക്കുടിയിലെ പനമ്പിള്ളി മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജിലാണ്. അതിനു മുമ്പ് ഹൈസ്കൂൾ അധ്യാപകനായും ഹയർ സെക്കൻഡറി അധ്യാപകനായും SRG ആയും പാഠപുസ്തക സമിതികളിലെ അംഗമായും ഒക്കെ നമുക്ക് അദ്ദേഹത്തിന് പരിചയമുണ്ട്. അധ്യാപകൻ എന്നതിന് പുറമെ ഒരു ഗ്രന്ഥകാരനും ഗവേഷകനും കൂടിയാണ് ജയകുമാർ സാർ. സാറിനെ വിഷയം അവതരിപ്പിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ അവതരണത്തിന് ശേഷമുള്ള ചർച്ചകൾ ഒക്കെ സമയബന്ധിതമായി തന്നെ നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിൽ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ വിഷയത്തെ സംബന്ധിച്ച തുടർ ചർച്ചകൾ ഈ ഒരു വെബിനാറിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പിലും തുടർ ചർച്ചകളാകാവുന്നതാണ്. ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജയകുമാർ സാറിനെ വിഷയം അവതരിപ്പിക്കാനായി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. എല്ലാ സുഹൃത്തുക്കൾക്കും അധ്യാപകർക്കും നമസ്കാരം. ഹയർ സെക്കൻഡറി മലയാളം അധ്യാപക കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഈ വെബിനാർ പരമ്പരയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ട്. അക്കാര്യം ആദ്യം അറിയിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുറേ നാളുകളായിട്ട് ഈ ഒരു വെബിനാർ നടക്കുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കുന്ന മിക്കവാറും നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് സൂചിപ്പിക്കുന്നില്ല. എങ്കിലും ഈ വെബിനാർ പരമ്പരയിലേക്ക് എന്നെ ക്ഷണിച്ചത് എൻ്റെ സുഹൃത്തു കൂടിയായ ദിവ്യ ടീച്ചറാണ്. ദിവ്യ ടീച്ചർ, അതോടൊപ്പം തന്നെ ഇതിൽ ചുക്കാൻ പിടിക്കുന്ന ശിവകുമാർ സാർ, അതുപോലെ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുള്ള സുരേഷ് സാറ്, അഞ്ജു മാഷ്, രാമചന്ദ്രൻ സാറ് അടക്കമുള്ള, ഹരീന്ദ്രൻ മാഷ് അടക്കമുള്ള, ദേവദാസ് മാഷ് അടക്കമുള്ള സുഹൃത്തുക്കളെ, എന്നെ പരിചയപ്പെടുത്തിയ
സുഹൃത്തു കൂടിയായ തന്മ ടീച്ചർ, എല്ലാവർക്കും നമസ്കാരം. ആഖ്യാനശാസ്ത്രം പൊരുളും വഴിയും എന്ന വിഷയമാണ്. ആ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. തന്മ ടീച്ചർ ആമുഖ പ്രഭാഷണത്തിൽ ചെറിയൊരു സഹായം എനിക്ക് ചെയ്തിട്ടുണ്ട്. ആഖ്യാനശാസ്ത്രം എന്നത് വളരെ വിപുലമായ ഒരു വിഷയമാണ് എന്നും ആ വിഷയത്തെക്കുറിച്ച് നമുക്കൊരു ചെറിയ ഒരു വെബിനാറിൽ ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല എന്ന ഒരു മുൻകൂർ ജാമ്യം നൽകിയതിൻ്റെ ബലത്തിലാണ് ഞാൻ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ വളരെ വിശദമായ തലങ്ങളിലേക്ക് പോകാൻ സാധിക്കുകയില്ല. ആഖ്യാനശാസ്ത്രം എന്താണ്, ആഖ്യാനശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമുക്കൊക്കെ പരിചയമുള്ള ഒരു കഥ 1995 NS മാധവൻ എഴുതിയ വളരെ ശ്രദ്ധേയമായൊരു കഥയാണ് മുംബൈ എന്നത്. 4 നൂറ്റാണ്ട് മുൻപ് എഴുതിയ ഈ കഥ ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ തീവ്രമായി നമ്മളോട് സംവദിക്കുന്നുണ്ട്. ഒരുപക്ഷെ ദേശീയ ജനസംഖ്യാ പട്ടികയും ദേശീയ പൗരത്വ പട്ടികയും നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യുന്നതിന് മുൻപാണ് തൻ്റെ കഥ മാധവൻ എഴുതുന്നത്. കഥ വായിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ഇതിവൃത്തം ഓർമ്മയുണ്ടാകും. 1995 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ദേശീയ രാഷ്ട്രീയമാണ് ഈ കഥയുടെ പശ്ചാത്തലം. നമുക്ക് ഓർമ്മയുണ്ടാകും, തെരഞ്ഞെടുപ്പിൽ BJP ശിവസേന സഖ്യം അധികാരത്തിലെത്തുന്നു. തുടർന്നുള്ള ദേശീയ പൗരത്വ വിഷയമാണ് കഥയുടെ മുഖ്യപ്രമേയം. കഥയിൽ തൻ്റെ പാസ്പോർട്ടിലെ അഡ്രസ്സിനായി റേഷൻ കാർഡിന് അപേക്ഷ നൽകിയ അബ്ദുൾ അസീസ് എന്ന മലയാളി നമ്മൾ പരിചയപ്പെടണം. ഇദ്ദേഹത്തെ ബംഗാളിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരനായി ചിത്രീകരിച്ച് പീഡിപ്പിക്കുന്നതാണ് കഥയുടെ ഇതിവൃത്തം. ദേശീയ പൗരത്വം എന്നത് രേഖ വെച്ച് തെളിയിക്കേണ്ട ഒന്നാണെന്നും അത് സംബന്ധിച്ച പരമ്പരാഗത ബോധ്യങ്ങളും വൈകാരിക ഭാവങ്ങളും ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക യുക്തിക്ക് മുന്നിൽ വിലയില്ലാത്തതുമാണ് എന്ന പൊള്ളുന്ന ചിന്തയാണ് കഥയുടെ കാരണം. 4 നൂറ്റാണ്ട് മുൻപ് എഴുതിയ കഥ ഇന്ന് ഇന്ത്യയുടെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ നന്നായ ഭാഷയിൽ നമ്മളോട് സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫാസിസ്റ്റ് ഭരണനയങ്ങളോട് നേർക്കുനേർ പോരാടുന്ന സമകാല ഇന്ത്യൻ അവസ്ഥയിൽ കാലത്തോടും ദേശത്തോടും സംസാരിക്കുകയാണ് NS മാധവൻ എന്ന കഥാകാരൻ. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട വേറെയും കുറേ കഥകൾ NS മാധവൻ്റെതായിട്ടുണ്ട്. നമുക്ക് അതൊക്കെ പരിചയമുണ്ടാകും. തിരുത്ത്, നിലവിളി തുടങ്ങിയ കഥകളൊക്കെ അതിൽ പ്രധാനപ്പെട്ടതാണ്. ഈ അടുത്ത കാലത്ത് 2020 ജനുവരി മാസം അവസാന ലക്കത്തിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ NS മാധവൻ മറ്റൊരു കഥ പ്രസിദ്ധപ്പെടുത്തി. പാല് പിരിയുന്ന കാലം എന്നാണ് ഇതിൻ്റെ പേര്. ചെന്നൈ ന്യൂഡൽഹി ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസിൻ്റെ ഒരു ബോഗിയിലാണ് കഥ നടക്കുന്നത്. ഈ ബോഗിയിലും ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിലുമാണ് കഥയിലെ സംഭവങ്ങൾ ആവിഷ്കരിക്കപ്പെടുന്നത്. മലയാളിയായ സാബു എന്ന യുവാവിന് നേരിടേണ്ടി വന്ന ദുര്യോഗമാണ് കഥയുടെ ഇതിവൃത്തം. രോഗം മൂലം തൻ്റെ ശരീരത്തിൽ നിന്നും മുറിച്ചു മാറ്റിയ മാംസഭാഗവുമായി സാബു ന്യൂഡൽഹിയിലെ ഡോക്ടറുടെ അടുത്തേക്ക് യാത്ര ചെയ്യുകയാണ്. യാത്രക്കിടയിൽ താൻ ആഗ്രഹിച്ച ലോവർ ബർത്ത് സാബു വിട്ടുകൊടുക്കാത്തതിനാൽ അവനെ ശത്രുവായി പ്രഖ്യാപിച്ച് ആൾക്കൂട്ടത്തിൻ്റെ ഭീകരതയ്ക്ക് ഇരയാക്കുകയാണ് അൽക്കാനേഗി എന്ന സഹയാത്രികയായ പെൺകുട്ടി. സാബുവിൻ്റെ കൈവശമിരിക്കുന്ന ശരീരഭാഗം ഗോമാംസമാണ് എന്ന് പ്രഖ്യാപിച്ച് അവനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു ആളുകളെ പരസ്പരം വേർതിരിക്കുന്ന വിദ്വേഷത്തിൻ്റെ വൈറസ് കൊണ്ട് നിങ്ങളെ എനിക്ക് കൊല്ലാനാകുമെന്ന് കഥയിലെ പെൺകുട്ടി സാബുവിനെ വെല്ലുവിളിക്കുന്നുണ്ട്.
വെല്ലുവിളിക്കുക മാത്രമല്ല, അവനെ ഗോമാംസ വിൽപ്പനക്കാരനാക്കി അവൾ അവന്റെ വിധി ആൾക്കൂട്ടത്തിനാൽ നടപ്പാക്കുകയും ചെയ്യും. ഇവിടെ പറഞ്ഞ് പരാമർശിച്ച കഥകളുടെ ആന്തരാർത്ഥത്തിലേക്ക് പോകേണ്ടതില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ കഥകൾ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മളോട് വളരെ മികച്ച രീതിയിൽ സംവദിക്കുന്നു. യഥാർത്ഥത്തിൽ മുംബൈ എന്ന കഥയിലും അദ്ദേഹത്തിൻ്റെ തന്നെ നിലവിളി എന്ന കഥയിലും ഇപ്പോൾ പരാമർശിച്ച പാല് പിരിയുന്ന കാലം എന്ന കഥയിലും NS മാധവൻ ആവിഷ്കരിക്കുന്നത് ഒരേ പ്രമേയത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണെന്ന് പറയാം. മതതീവ്രവാദത്തിൻ്റെയും ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെയും വ്യത്യസ്ത രൂപങ്ങളാണ് ഈ കഥയിൽ മാധവൻ ആവിഷ്കരിക്കുന്നത്. ഇങ്ങനെ പ്രമേയപരമായ ഏകരൂപം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ആ കഥകൾ വ്യത്യസ്ത രചനകളായി നമ്മൾ ആസ്വദിക്കുന്നത് കഥ പറച്ചിലിൽ അദ്ദേഹം സ്വീകരിക്കുന്ന ആവിഷ്കാരപരമായ ഘടകങ്ങളുടെ വ്യത്യാസം കൊണ്ടാണ്. അതെന്തൊക്കെയാണത്? കഥാ പശ്ചാത്തലം, സംഭവത്തിൻ്റെ വിവരണം, കഥാപാത്രങ്ങളുടെ വൈവിധ്യം, വീക്ഷണ വ്യതിയാനം, ഭാഷാഘടന, കഥ നടക്കുന്ന കാലം, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തുടങ്ങിയ ആവിഷ്കാരപരമായ ഘടകങ്ങളിൽ ഈ കഥ വ്യത്യസ്തത പുലർത്തുന്നു. ഇങ്ങനെ ആവിഷ്കാരപരമായ ഘടകങ്ങളുടെ മേളനത്തോടെ കഥ പറയുന്നതിനെയാണ് നമ്മൾ കഥാഖ്യാനം എന്ന് പറയുന്നത്. നമുക്കറിയാം, ആഖ്യാനം എന്ന പദം നമുക്ക് പരിചയമുണ്ട്. ആഖ്യാനം എന്ന പദത്തിന് കഥയെന്നും കഥ പറച്ചിലെന്നും വർണ്ണനം എന്നൊക്കെയാണ് നമ്മുടെ നിഘണ്ടുക്കൾ നൽകുന്ന സാമാന്യമായ അർത്ഥം. ഇംഗ്ലീഷിൽ നറേഷൻ എന്ന പദമാണ് അതിന് പകരമായി ഉപയോഗിക്കുന്നത്. എന്നാൽ ആഖ്യാന ശാസ്ത്രത്തിൽ ഈ പദം സവിശേഷമായ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഥയും കഥാഖ്യാനവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് കഥ? സംഭവ വിവരണം എന്ന അർത്ഥത്തിലാണ് നാം കഥയെ മനസ്സിലാക്കുന്നത്. എന്നാൽ ആ സംഭവങ്ങൾ പറയുന്നതിന്, കഥ പറയുന്നതിനായി കഥാകൃത്ത് ഉപയോഗിക്കുന്ന പ്രത്യേക ഘടകങ്ങൾ, തെരഞ്ഞെടുത്തുപയോഗിക്കുന്ന വാക്കുകൾ, കഥാനുസാരിയും രസാനുഗുണമായും ഭാഷാപ്രയോഗത്തിൽ നടത്തുന്ന സൂക്ഷ്മത, ഇത്തരം ആവിഷ്കാര ഘടകങ്ങളെല്ലാം ചേരുമ്പോഴാണ് കഥാഖ്യാനം രൂപപ്പെടുന്നത് എന്ന് പറയാം. കഥയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ ആഖ്യാനം എന്ന പദം സാഹിത്യവുമായി മാത്രം ചേർത്ത് പരിശോധിക്കേണ്ട ഒരു സംജ്ഞയല്ല. സാഹിത്യവും സംഗീതവും സിനിമയും വിവിധ കലാരൂപങ്ങളും അതുപോലെ അച്ചടി മാധ്യമത്തിലെ വിവിധ പംക്തികളും ദൃശ്യമാധ്യമങ്ങളിലെ പുതിയ വിജ്ഞാന വിനോദ പരിപാടികളും ആഖ്യാനത്തിൻ്റെ പുതുമയുള്ള രൂപങ്ങളാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതിനാൽ ആഖ്യാനം എന്ന പദത്തെ ബഹുമുഖമായ ഒരു അർത്ഥവ്യാപ്തിയിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്നാൽ ഇപ്പോൾ ആഖ്യാന പഠനത്തിൽ കഥാരൂപങ്ങളുമായി ചേർത്താണ് പലപ്പോഴും ആഖ്യാനത്തെ സാങ്കേതികമായി അപഗ്രഥിച്ച് പഠിക്കാറുള്ളത്. ഞാനും ആഖ്യാന എന്ന പദത്തെ കഥാരൂപവുമായി, കഥ, നോവൽ, ഈ രൂപങ്ങളുമായി ബന്ധപ്പെടുത്തി പരിചയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. നമുക്കറിയാം, സർഗാത്മക സാഹിത്യ രൂപങ്ങളിൽ എല്ലാറ്റിൻ്റെയും അടിസ്ഥാന ഘടകം കഥയാണ്. അത് ഇതിവൃത്തപ്രധാനമായ സാഹിത്യ രൂപങ്ങളിൽ മാത്രമല്ല, ഭാവഗീതങ്ങൾ പോലുള്ള രചനകളിലും കഥാംശങ്ങളുടെയോ കഥാസന്ദർഭങ്ങളുടെയോ സാന്നിധ്യം പ്രകടമാണ്. മാധ്യമങ്ങൾ വാർത്തകൾ അവതരിപ്പിക്കുന്നത് പോലും കഥാഖ്യാന രൂപത്തിലാണ്. വാർത്തകളെ സ്റ്റോറി എന്ന് പത്രപ്രവർത്തകർ വിശേഷിപ്പിക്കുന്നത് യാദൃച്ഛികമാകാൻ ഇടയില്ല. അവരുടെ ഭാഷയിൽ വാർത്തയെ അവർ സ്റ്റോറി എന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ സംഭവങ്ങൾ കൂടിച്ചേർന്ന കഥയാണ് ആഖ്യാനത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. ഒരു കഥ തന്നെ പല രൂപത്തിൽ പറയുന്നത് ശ്രദ്ധിച്ചാൽ ആഖ്യാനത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ആഖ്യാനത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഒരു കഥയാകുന്നത് അതിൻ്റെ ആഖ്യാനപരമായ സവിശേഷതകളുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ കഥയുണ്ടല്ലോ. ഈ ലോകമെന്നത് കഥയുടെ വലിയ ഒരു സംഭരണശാലയാണ്. പക്ഷെ നമ്മളാരും കഥാകൃത്തുക്കൾ ആകാത്തത് എന്തുകൊണ്ടായിരിക്കാം? കഥ പറയാനുള്ള ഒരു മെത്തഡോളജി, രീതിശാസ്ത്രം നമുക്കില്ലാത്തത് കൊണ്ടാകാം. അപ്പോൾ കഥ പോലെ അല്ലെങ്കിൽ കഥയേക്കാൾ ഏറെ പ്രധാനമാണ് കഥ പറയുന്ന വഴി എന്നുള്ളത്. അങ്ങനെ കഥ പറയാൻ ഒരു എഴുത്തുകാരൻ
തിരഞ്ഞെടുക്കുന്ന ആവിഷ്കാരപരമായ ഘടകങ്ങൾ, ഈ ഘടകങ്ങൾ ചേർന്ന കഥ പറച്ചിലിനെയാണ് കഥാഖ്യാനം എന്ന് സാങ്കേതികമായി പറയുന്നത്. ഒരു കഥാഖ്യാനത്തിൽ എന്തൊക്കെ ചേരുമ്പോഴാണ് ഒരു കഥാഖ്യാനം രൂപപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു ആഖ്യാനത്തിൻ്റെ മൗലികമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായ ആഖ്യാനത്തിൻ്റെ മൗലിക ഘടകമെന്ന് നമുക്ക് പറയാവുന്നത് ആഖ്യാതാവും ശ്രോതാവുമാണ്. ഒരു കഥ പറയാൻ ഒരു ആഖ്യാതാവും കഥ പറയുന്ന ആളുണ്ടാകും. ഒരുപക്ഷെ അയാളുടെ സാന്നിധ്യം കഥയിൽ ഉണ്ടാകണമെന്നില്ല. അയാൾ കഥയിൽ സന്നിഹിതനാണെങ്കിലും അല്ലെങ്കിലും കഥയിൽ ആഖ്യാതാവിനുള്ള പ്രാധാന്യം കുറയുന്നില്ല. നമുക്കറിയാം, മുത്തശ്ശി കഥ മുതൽ വക്താവിൻ്റെയും കഥ താല്പര്യപൂർവ്വം കേൾക്കുന്ന ശ്രോതാക്കളുടെയും സാന്നിധ്യം നാം തിരിച്ചറിയുന്നു. കഥ പറയുന്ന ആൾ, കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ, എന്നിട്ടോ പിന്നെയോ എന്ന വിധത്തിൽ കഥ കേൾക്കുന്ന ആൾ. അതുപോലെ നമ്മുടെ ആദികാവ്യമായ രാമായണത്തിൽ രാമകഥാവൃത്താന്തം പരമേശ്വരൻ നാരദനോടും ശ്രീപാർവതിയോടും പറയുന്ന രൂപത്തിലാണ് ആഖ്യാനം ചെയ്യപ്പെടുന്നത്. പരമേശ്വരനിൽ നിന്നും രാമകഥ ശ്രവിച്ച നാരദൻ ആ കഥ വാൽമീകി മഹർഷിയോട് പറയുന്നു. തുടർന്ന് ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരമാണ് വാൽമീകി ആദികാവ്യ രചനയിൽ ഏർപ്പെടുന്നത്. മഹാഭാരതവും ഇതുപോലെ തന്നെയാണ്. മഹാഭാരതത്തിൽ കഥ പറയുന്ന വ്യാസനും ആദ്യ ശ്രോതാവായ വിഘ്നേശ്വരനും തമ്മിലുള്ള പാരസ്പര്യത്തിൽ നിന്നാണ് കഥാഖ്യാനം സംഭവിക്കുന്നത്. ഘടനാവാദ സാഹിത്യത്തിൽ ഗ്രന്ഥകാരന്റെ മരണം എന്ന ആശയം അവതരിപ്പിക്കുമ്പോൾ റൊളാൻഡ് ബാർത്ത് ആഖ്യാതാവിനെ അല്ലെങ്കിൽ എഴുത്തുകാരനെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. രചനയ്ക്ക് ശേഷമുള്ള എഴുത്തുകാരന്റെ സർവാധൃതമായ നിലനിൽപ്പിനെ തിരസ്കരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ അവിടെയും ബാർത്തും ആഖ്യാതാവിനെ, ഗ്രന്ഥകാരനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹവും തിരസ്കരിക്കുന്നത്. ഭാരതീയരുടെ കാവ്യശാസ്ത്രത്തിലും നമ്മളത് കാണുന്നുണ്ട്. കവിയും സഹൃദയനും തമ്മിലുള്ള കൂടിച്ചേരലായി സാരസ്വത തത്വത്തെ ഭാരതീയർ വിശദീകരിക്കുന്നു. അഭിനവഗുപ്തൻ ധ്വന്യാലോകലോചനത്തിൽ സരസ്വത്യാസ് തത്വം കവി സഹൃദയാഖ്യം വിജയതേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. നമ്മുടെ മലയാള കവിതയുടെ കുലകൂടസ്ഥനായ എഴുത്തച്ഛൻ കിളിയെക്കൊണ്ട് കഥ പറയിക്കുമ്പോൾ കേൾക്കുന്നതും കഥ പറയുന്ന ആളിൻ്റെയും കഥ കേൾക്കുന്ന ആളിൻ്റെയും പ്രാധാന്യത്തെ തന്നെയാണ്. കഥയമമ കഥയമമ കഥകൾ അതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവര എന്നതാണ്. അപ്പോൾ ഒരു ആഖ്യാനത്തിൻ്റെ, കഥാഖ്യാനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് വക്താവും ശ്രോതാവും എന്ന് പറയുന്നത്. മറ്റൊരു സാങ്കേതിക പദം, കഥാഖ്യാനവുമായി ബന്ധപ്പെട്ട് പറയേണ്ട ഒരു സാങ്കേതിക പദം ഫാബുല എന്നതും സൂഷെ എന്ന പദവും. റഷ്യൻ ഫോമലിസത്തിൽ നിന്നാണ് ഈ രണ്ട് പദങ്ങളും ആഖ്യാന ശാസ്ത്രത്തിലേക്ക് കടന്നു വരുന്നത്. ആദ്യകാല റഷ്യൻ രൂപവാദിയായ വ്ളാഡിമർ പ്രോപ്പ് റഷ്യൻ നാടോടി കഥകളെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായി പഠിക്കുകയും പിന്നീട് കഥാഖ്യാനത്തെക്കുറിച്ച് പഠിക്കുന്നവർ ആധികാരിക ഗ്രന്ഥമായി സ്വീകരിക്കുകയും ചെയ്യുന്ന റഷ്യൻ നാടോടി കഥകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനകൃതിയിൽ വ്ളാഡിമർ പ്രോപ്പാണ് ഫാബുല എന്ന സൂഷ എന്ന രണ്ട് പദങ്ങൾ അവതരിപ്പിക്കുന്നത്. കഥയുടെ അസംസ്കൃത വസ്തുവിനെയാണ് ഫാബുല എന്ന് അദ്ദേഹം പറയുന്നത്. സൂഷ എന്നാൽ കഥയുടെ ആവിഷ്കാരമാണ്. അതായത് അസംസ്കൃത വസ്തുക്കളാൽ ആവിഷ്കാരം സാധ്യമാകുമ്പോഴാണ് സൂഷ രൂപപ്പെടുന്നത് എന്ന് പറയാം. കുറെ കൂടി മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞാൽ, മലയാളത്തിൽ നോവൽ സാഹിത്യം എന്ന കൃതിയിൽ എം ബി പോൾ കഥയെന്നും സ്റ്റോറി എന്നും ഇതിവൃത്തമെന്നും പ്ലോട്ട് എന്നും രണ്ട് പദങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ആസ്പെക്ട്സ് ഓഫ് ദ നോവൽ എന്ന കൃതിയിൽ ഇ എം ഫോസ്റ്റർ അവതരിപ്പിക്കുന്ന ചില ആശയങ്ങളെ പിൻപറ്റിക്കൊണ്ടാണ് എം ബി പോൾ തൻ്റെ ഈ കൃതി എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഒരർത്ഥത്തിൽ വ്ളാഡിമർ പ്രോപ്പ് ആവിഷ്കരിക്കുന്ന ഫാബുലയും സൂഷയും തന്നെയാണ് എം ബി പോളിൻ്റെ കഥയും ഇതിവൃത്തവും. എം ബി പോൾ പറയുന്നു, കാലബന്ധത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന സംഭവ പരമ്പരയെയാണ് കഥ എന്ന് പറയാവുന്നത്.
പക്ഷെ ഇതിവൃത്തമാകട്ടെ കാലാനുക്രമത്തെയല്ല, കാര്യകാരണ ബന്ധത്തെയാണ് ആവിഷ്കരിക്കുന്നത്. എന്നിട്ട് എം ഫോസ്റ്റർ ഉദ്ധരിക്കുന്ന പ്രസിദ്ധമായ ഉദാഹരണം, രാജാവ് മരിച്ചു, രാജ്ഞിയും മരിച്ചു എന്ന് പറഞ്ഞാൽ കഥ. രാജാവ് മരിച്ചതിന്റെ സങ്കടത്താൽ രാജ്ഞിയും മരിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇതിവൃത്തമായി മാറുന്നു എന്നാണ്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? അപ്പോൾ കഥ കാര്യകാരണ സഹിതം അവതരിപ്പിച്ചാൽ കഥ ഇതിവൃത്തമായി മാറുന്നു. ഈ കാര്യകാരണ ബന്ധം എന്ന് പറയുന്നത് ഇതിവൃത്തത്തിനോ ആഖ്യാനശാസ്ത്രം പറയുന്ന ആഖ്യാനപരമായ സവിശേഷതകൾ തന്നെയാണെന്ന് പറയാം. അപ്പോൾ കഥയെ ആഖ്യാനപരമായ സവിശേഷതകളോടുകൂടി ആവിഷ്കരിച്ചാൽ അത് കഥാഖ്യാനമായി മാറിയെന്ന് പറയും. നമുക്കറിയാം, മനസ്സിൽ രൂപപ്പെട്ട കഥയെ എഴുത്തുകാരൻ ആഖ്യാനത്തിലൂടെ ഒരു കൃതിയാക്കി മാറ്റുമ്പോൾ ഒട്ടേറെ ഘടകങ്ങൾ അതിന് സന്നിഹിതമാകുന്നുണ്ട്. സ്ഥലം, ഈ കഥ നടക്കുന്ന ഇതിവൃത്ത പശ്ചാത്തലം, കഥ നടക്കുന്ന കാലം, ആഖ്യാതാവിൻ്റെ വൈജ്ഞാനികമായ ഭാഷാ ശൈലി, ഇതൊക്കെ അതിൽ പ്രധാനമാണ്. സംഭവങ്ങളുടെ കാലവും ക്രമവും ചിലപ്പോൾ തെറ്റി അവതരിപ്പിച്ചു, ക്രമം തെറ്റി അവതരിപ്പിച്ച് ആനന്ദ് ഈ എന്താണ് ഈ ഇതിവൃത്തത്തിൻ്റെ ക്രമത്തെ വളരെ ക്രമരഹിതമായി അവതരിപ്പിക്കുന്നു. അതുപോലെ മുകുന്ദൻ ആദിത്യനും രാധയും മറ്റു ചിലരും എന്ന നോവലിൽ പിന്നോക്കം കൊണ്ടുപോയിട്ട് കാലക്രമത്തെയും അദ്ദേഹം തെറ്റിക്കുന്നു. ഇത്തരത്തിൽ കാലവും സംഭവങ്ങളുടെയും ക്രമങ്ങൾ തെറ്റി വരാം. കഥാപാത്ര സ്വഭാവത്തിന്റെ വിശദാംശങ്ങളിൽ വ്യത്യാസമാണ്. ഒരു കഥയെ തന്നെ ആഖ്യാന വൈവിധ്യത്തിലൂടെ നിരവധി കൃതികളാക്കി മാറ്റാൻ സാധിക്കും. മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി എത്രയോ കൃതികൾ, കഥയും നോവലും കവിതയും പല രൂപങ്ങളിൽ ഉണ്ടായിരിക്കുന്നു. അതിൻ്റെയൊക്കെ അടിത്തറ എന്ന് പറയുന്നത് മഹാഭാരതം എന്ന കഥയാണ്. മഹാഭാരതം എന്ന സൂക്ഷയെ അടിസ്ഥാനമാക്കി എഴുത്തുകാർ സൃഷ്ടിക്കുന്ന സൂക്ഷകളാണ് അവരുടെ കഥകൾ എന്ന് പറയാൻ സാധിക്കും. മറ്റൊരു ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ, ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട കാലത്ത് മലയാളത്തിൽ ശ്രദ്ധേയങ്ങളായ 2 കഥകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് NS മാധവന്റെ തിരുത്ത് എന്ന കഥയും, മറ്റൊന്ന് എം മുകുന്ദന്റെ അപനിർമ്മാണം എന്ന കഥയും. ഈ 2 കഥകളും ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സംഭവത്തെയാണ് അടിസ്ഥാനമാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 രചനകളിലെയും കഥാവസ്തു ഒന്നായിരിക്കെ ആഖ്യാന വൈവിധ്യം കൊണ്ടാണ് ഈ കഥകൾ വ്യത്യസ്തമാകുന്നത് എന്ന് പറയേണ്ടി വരും. ആഖ്യാനശാസ്ത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംജ്ഞ എന്ന് പറയുന്നത് മാധ്യമത, വിമാധ്യമത എന്നിവയും. അനുഭവത്തെ ഒരു എഴുത്തുകാരൻ എങ്ങനെയാണ് ആഖ്യാനം ചെയ്യുന്നത് എന്നത് ഒരു സാഹിത്യകൃതിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അനുഭവങ്ങളെ അനുഭവവേദ്യമാക്കാനും അതുപോലെ സംഭവത്തിനും ആസ്വാദകനുമിടയിൽ മധ്യവർത്തിയായി നിൽക്കാനും ഒരാൾ വേണം. നാടകം ആഖ്യാനമാകാത്തത് അത് പ്രേക്ഷകരുമായി നേരിട്ട് ഇടപെടുന്നത് കൊണ്ടാണ്. ഒരു മധ്യവർത്തി ഉണ്ടായാൽ അത് ആഖ്യാനമായി പോകും എന്ന് അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ സംഭവമോ വിവരമോ മറ്റൊരാളെ അറിയിക്കാൻ, മറ്റൊരാളിൽ എത്തിക്കാൻ മധ്യവർത്തിയുടെ, മീഡിയേറ്ററിൻ്റെ അല്ലെങ്കിൽ ആഖ്യാതാവിൻ്റെ സഹായം തേടുന്നതിനെയാണ് മാധ്യമത, മീഡിയാസി എന്ന് ആഖ്യാനശാസ്ത്രത്തിൽ പറയുന്നു. ആഖ്യാനത്തിലെ സംഭവങ്ങൾക്ക് പിന്നിൽ സാന്നിധ്യമായി നിന്നുകൊണ്ട് അവയെ ആവിഷ്കരിക്കുന്ന പ്രക്രിയയാണ് മാധ്യമത എന്ന് പറയുന്നത്. F.K. സ്റ്റാൻസൽ എന്ന നിരൂപകൻ തിയറി ഓഫ് നറേറ്റീവ് എന്ന ഗ്രന്ഥത്തിലാണ് ഈ ആഖ്യാന ശാസ്ത്രത്തിന്റെ അടിത്തറയായ മാധ്യമത എന്ന സങ്കല്പം അവതരിപ്പിക്കുന്നത്. അതിന് വ്യത്യസ്തമായ വിമാധ്യമതയിൽ നേരിട്ടുള്ള സംവേദനമാണ് കഥാവിഷ്കാരത്തിൽ ഉപയോഗിക്കുന്നത്. ആഖ്യാതാവിന്റെ ആവശ്യമില്ലാതെ കഥാപാത്രങ്ങളുടെ പ്രവൃത്തികളിലൂടെ, വാക്കുകളിലൂടെ, മനോവ്യാപനത്തിലൂടെ കഥ വെളിപ്പെടുന്നു എന്ന് പറയും. അതിന്റെ അർത്ഥം വിമാധ്യമതയിൽ ആഖ്യാതാവ് എന്ന ഘടകം ഇല്ല എന്നല്ല. ആഖ്യാതാവ് എന്ന ഘടകമില്ലാതെ ആഖ്യാനം സാധ്യമല്ല എന്ന് നമുക്കറിയാം. പക്ഷെ കഥയിൽ നിന്ന് വേറിട്ടൊരു വ്യക്തിത്വം ആഖ്യാതാവിന് ഇല്ല എന്നാണ് അർത്ഥം. അതെങ്ങനെയാണ്?
സംഭവത്തിൽ ഉൾപ്പെടുന്ന കഥാപാത്രം തന്നെ ആഖ്യാതാവായി മാറുന്നത് കൊണ്ട് മാധ്യമതയിലേതുപോലെ ആസ്വാദകനും കഥയ്ക്കുമിടയിൽ മധ്യവർത്തിയുടെ സാന്നിധ്യമായി ആഖ്യാതാവ് കടന്നു വരുന്നില്ല എന്നേ അർത്ഥമുള്ളൂ. തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന പ്രസിദ്ധമായ കഥ, ആ കഥ ആഖ്യാനത്തിലെ മാധ്യമതയ്ക്ക് ഏറ്റവും മികച്ച ഉദാഹരണമാണ്. കഥ ആരംഭിക്കുന്നത് നമുക്കത് ഓർമ്മയുണ്ടാകും. അതിങ്ങനെയാണ്: നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ്. അവിടെ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്നു. വെള്ളം, സർവത്ര ജലം, എല്ലാം കര തേടിപ്പോയി. വീട്ടുകാവലിന് ഒരാൾ. വീട്ടിൽ വള്ളമുണ്ടെങ്കിലുണ്ട്. ക്ഷേത്രത്തിലെ 3 മുറിയുള്ള മാളികപ്പുറത്ത് 67 കുട്ടികളുണ്ട്. 356 ആളുകൾ. പട്ടി, പൂച്ച, ആട്, കോഴി മുതലായ വളർത്തു മൃഗങ്ങളെല്ലാം മത്യമായി കഴിയുന്നു. ഒരു ശണ്ഠയും ഇല്ലായിരുന്നു. ഇവിടെ സർവവ്യാപിയായ ആഖ്യാതാവായി നിന്നുകൊണ്ട് കഥയുടെ മുഴുവൻ വിശദാംശങ്ങളെയും ആവിഷ്കരിക്കുന്ന കഥാകാരനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ കഥയ്ക്കും വായനക്കാരനും ഇടയിൽ ആഖ്യാതാവിന്റെ സാന്നിധ്യം വളരെ പ്രകടമാണ്. ആഖ്യാതാവിന് കഥാപാത്രങ്ങളുടെ പ്രവൃത്തികൾ വിവരിക്കാനും അവരുടെ മാനസിക ഭാവങ്ങളുടെ സൂക്ഷ്മാംശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഇതിലൂടെ സാധിക്കുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. വിമാധ്യമതയെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഉദാഹരിക്കാവുന്ന ഒരു കഥ NS മാധവന്റെ തന്നെ വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന കഥയാണ്. ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് പിന്നാലെ ഡൽഹിയിൽ നടന്ന കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കഥ രചിച്ചിരിക്കുന്നത്. കലാപകാരികളിൽ നിന്നും രക്ഷ നേടി ഒരു ക്രൈസ്തവ മഠത്തിൽ അഭയം തേടിയ ഒരു സിഖ് കുടുംബത്തിലെ അമ്മയുടെയും മകന്റെയും അനുഭവമാണ് അദ്ദേഹം ഈ കഥയിൽ വിവരിക്കുന്നത്. കഥയിലെ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയാകുന്ന ഒരു കന്യാസ്ത്രീയാണ് കഥയിലെ ആഖ്യാതാവ്. കഥാപാത്രങ്ങളുടെ പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയുമാണ് NS മാധവൻ കഥ ആഖ്യാനം ചെയ്യുന്നത് എന്നത് നമുക്കറിയാം. അവിടെ വായനക്കാരനും കഥയിലെ സംഭവങ്ങൾക്കുമിടയിൽ മറ്റൊരാളുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നില്ല. കഥാപാത്രം തന്നെ ആഖ്യാതാവായി മാറുന്നത് കൊണ്ടാണ് ഇത്തരം ഒരു അസാന്നിധ്യം വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന കഥയിൽ നമ്മൾ കാണുന്നത്. ഈ മാധ്യമതയിൽ തന്നെ 3 ഘടകങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ടാകും. ഒന്നാമത്തത് പുരുഷൻ എന്നാണ്, പേഴ്സൺ. രണ്ടാമത്തത് പരിപ്രേക്ഷ്യം, പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു. മൂന്നാമത്തത് മാർഗം, മോഡ്. ആഖ്യാതാവിനെയാണ്, കഥ പറയുന്ന ആളിനെയാണ് പുരുഷൻ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ആരുടെ വീക്ഷണകോണിലൂടെയാണോ കഥ ആഖ്യാനം നിർവഹിക്കപ്പെടുന്നത് എന്നതാണ് പരിപ്രേക്ഷ്യത്തിന്റെ അർത്ഥം. അതുപോലെ കഥാവിഷ്കാരത്തിന്റെ രീതിഭേദങ്ങളെയാണ് മാർഗം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. മാർഗം എന്ന പദം കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഭാരതീയരുടെ രീതി സിദ്ധാന്തത്തെയും ഓർക്കേണ്ടതുണ്ട്. രീതി, ആചാര്യ ദണ്ഡി രീതിയെ മാർഗം എന്ന പദം കൊണ്ടാണ് വിവരിക്കുന്നത്. യഥാർത്ഥത്തിൽ മാർഗം എന്നത് ഈ പറയുന്ന കഥാഖ്യാനത്തിന്റെ മാർഗങ്ങൾ തന്നെയാണ്. ഏത് വിധത്തിലാണ് കഥ പറയുന്നത് എന്നാണ്. രീതി എന്ന് പറഞ്ഞാൽ തന്നെ കവി ഗമന മാർഗമാണ്. രീങ് എന്ന വഴി എന്ന അർത്ഥമുള്ള രീങ് എന്ന ധാതുവിൽ നിന്നാണ് രീതി എന്ന പദം ഉണ്ടായത്. കവി സഞ്ചരിക്കുന്ന മാർഗം, കവിയുടെ രചനാമാർഗം എന്നൊക്കെ പറയും. അത്തരത്തിൽ മാർഗം എന്ന പദത്തെയാണ് ഇവിടെയും മാധ്യമതയുടെ 3ാമത്തെ ഘടകമായി എടുത്തു പറയുന്നത്. ഇവിടെ അതുപോലെ അത്തരത്തിൽ ആഖ്യാതാവിന് കഥ പറഞ്ഞു. അതോടൊപ്പം കഥാപാത്രങ്ങളെ കൊണ്ടും അവതരണം നിർവഹിക്കാൻ സാധിക്കും. ഈ തരത്തിലുള്ള രീതികളെ കുറിച്ചാണ് മാർഗം എന്ന കഥ എന്ന പിന്നെ വിഭാഗത്തിൽ സൂചിപ്പിക്കുന്നതെന്ന് പറയും. നമുക്കറിയാം, ഒരു കഥ പറയാൻ ഒരു എഴുത്തുകാരൻ സ്വീകരിക്കുന്ന കാഴ്ചപ്പാടിനെയാണ് നമ്മൾ സാധാരണ വീക്ഷണസ്ഥാനം അല്ലെങ്കിൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ആരുടെ കണ്ണിൽ കൂടിയാണ് ആഖ്യാനത്തിലെ സംഭവങ്ങൾ വിവരിക്കുന്നത് എന്നതാണ് വീക്ഷണസ്ഥാനത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് ഇതിവൃത്തത്തെ തീവ്രമായി ആവിഷ്കരിക്കാനുള്ള മാർഗങ്ങൾ, അത്തരം ശ്രമത്തിൽ നിന്നാണ് വീക്ഷണസ്ഥാനത്തെക്കുറിച്ചുള്ള ആലോചന എഴുത്തുകാരനിൽ, ആഖ്യാതാവിൽ രൂപപ്പെടുന്നത്. തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. ഈ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ തന്നെ മറ്റൊരു വിധത്തിൽ ആലോചിച്ചാൽ, ചേന്നപ്പറയൻ എന്ന കഥാപാത്രത്തിന്റെ കണ്ണിലൂടെ
ഈ കഥ ആഖ്യാനം ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ കഥയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു സാർവലൗകികമായ മാനം ലഭിക്കുമായിരുന്നു. നമുക്കറിയാം, വിശപ്പും ജീവഭയവും കൊണ്ട് പൊറുതിമുട്ടി ഉഴലുന്ന ഒരു നായക്കു ചുറ്റും പിറക്കുന്ന ദുരിതമയവും ദുരന്താത്മകവുമായ സംഭവ പരമ്പരകളെയാണ് വളരെ നിർനിമേഷമായിട്ട് ഒരു സർവജ്ഞന്റെ കാഴ്ചപ്പാടോടുകൂടി ഈ കഥയിൽ ആഖ്യാതാവ് അവതരിപ്പിക്കുന്നത്. നിസ്സംഗമായ ഒരു ദൃക്സാക്ഷി വിവരണത്തേതുപോലെയാണ് നമ്മൾ ആഖ്യാനം വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ നമ്മൾ വായിക്കുന്നത്. ഇത്തരത്തിൽ നിസ്സംഗമായ ഒരു ദൃക്സാക്ഷിത്വ വിവരണം പോലുള്ള ആഖ്യാനമാണ് ഈ കഥയെ, വെള്ളപ്പൊക്കത്തിലുള്ള കഥയെ മലയാളത്തിലെ ഇതിഹാസ സമാനമായ ഒരു കഥയാക്കി മാറ്റുന്നത്. ഇതിഹാസ കഥകളിൽ പലപ്പോഴും ഇത്തരത്തിൽ ആഖ്യാതാവ് കഥയെ നിസ്സംഗ മനോഭാവത്തോടു കൂടിയാണ് ആഖ്യാനം ചെയ്യുന്നത്. ഇതിഹാസം എന്ന പദത്തെ പല വിധത്തിൽ നമ്മൾ അതിൻ്റെ അതിൻ്റെ ഉൽപ്പത്തിയെ കുറിച്ച് പറയാറ്. അതിലൊന്ന് ഇതി ഇഹ ആസീത് ഇതി ഇതിഹാസഃ എന്ന്. ഇതി ഇഹ ആസീത് ഇതി ഇതിഹാസഃ. ഇവിടെ ഇപ്രകാരം സംഭവിച്ചതിനാൽ ഇതിഹാസം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടെ ഇപ്രകാരം സംഭവിച്ചു, അത് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ, ഈ സംഭവങ്ങളുമായിട്ട് എനിക്ക് ബന്ധമില്ല. അത്തരത്തിൽ ഒരു ഡിറ്റാച്ച്മെന്റ്, മാറി നിന്നുകൊണ്ട്, നാടകത്തിലൊക്കെ ബ്രഷ്ട് അവതരിപ്പിക്കുന്ന ഏലിയനേഷൻ തിയറിയെ പോലെ മാറി നിന്നുകൊണ്ട് കഥ പറയും. ഇത്തരത്തിൽ ഇതിഹാസത്തിന്റെ ആഖ്യാനപരമായ നിർമ്മമത എന്ന ഒരു പ്രത്യേകത വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയ്ക്കുള്ളത് കൊണ്ടാണ് ഈ കഥയ്ക്ക് സാർവലൗകികമായ, സാർവകാലികമായ, നമ്മൾ കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ വീണ്ടും ചർച്ച ചെയ്യപ്പെട്ട, പരിശോധിക്കപ്പെട്ട, വായിക്കപ്പെട്ട കഥ കൂടിയാണ്. സാഹിത്യ അക്കാദമി ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് പ്രളയാക്ഷരങ്ങൾ എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. അതിൽ ആദ്യത്തെ രചന എന്ന് പറയുന്നത് തകഴിയുടെ വെള്ളപ്പൊക്കത്തിലുള്ള കഥ. ഈ വെള്ളപ്പൊക്കത്തിലുള്ള കഥ ഏത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും വീണ്ടും വായിക്കപ്പെടുന്ന ഒരു കൃതിയായി മാറുന്നത്, കൃതികളൊക്കെ സാർവകാലികവും സാർവലൗകികവുമായ രചനകളായി, എഴുത്തുകളായി മാറുന്നത് ഇത്തരം ഘടകങ്ങൾ അതിൽ ഉള്ളത് കൊണ്ടാണെന്ന് പറയാം. അതുകൊണ്ട് ഏത് കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചാണ് കഥ പറയുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഥാപാത്രത്തെ കേന്ദ്രീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ജെറാർഡ് ജനറ്റിനെ പോലുള്ള എഴുത്തുകാര്, ആഖ്യാനശാസ്ത്രത്തിന്റെ ആധികാരികമായ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ജെറാർഡ് ജനറ്റ് ഈ വീക്ഷണസ്ഥാനത്തെ അദ്ദേഹം കൊടുക്കുന്ന പദം കേന്ദ്രീകരണമെന്ന, ഫോക്കലൈസേഷൻ. ഏത് കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണോ കഥ പറയുന്നത് എന്ന അർത്ഥത്തിൽ വീക്ഷണസ്ഥാനം എന്ന പദത്തിന് പകരമായി കേന്ദ്രീകരണം, ഫോക്കലൈസേഷൻ എന്ന പദം ജെറാർഡ് ജനറ്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് തന്നെ പല വിധത്തിൽ വരാം. ഒരു കഥാപാത്രത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് കഥ പറയാൻ സാധിക്കും. ഇത്തരം കഥ പറച്ചിലിനെയാണ് നമ്മൾ ഉത്തമ പുരുഷ വീക്ഷണം എന്ന് പറയുന്നത്. ഇതിലെ ആഖ്യാതാവ് ഞാനായിരിക്കും, കഥയിലെ ഞാൻ എന്ന കഥാപാത്രം. ഒരുപക്ഷെ ഞാൻ എന്ന വ്യക്തി കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാകണമെന്നുമില്ല. അപ്പോൾ ഞാൻ കേന്ദ്രമായിക്കൊണ്ട് കഥ പറയലാണ് ഉത്തമ പുരുഷ വീക്ഷണത്തിലുള്ള കഥ പറച്ചിൽ. ഉത്തമ പുരുഷ വീക്ഷണം തന്റെ കഥാഖ്യാനത്തിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള എഴുത്തുകാരൻ മലയാളത്തിൽ MT വാസുദേവൻ നായരാണ്. അതെന്തുകൊണ്ടാണെന്ന് ആലോചിച്ചാൽ നമുക്കത് ബോധ്യമാകും. ചുറ്റുപാടുകളിൽ നിന്ന് പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന വ്യക്തികളുടെ കഥ പറയാനാണ് MT ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി ഒരു കഥ, ഒരു നോവൽ എഴുതിയപ്പോഴും ഒരു വ്യക്തിയുടെ കണ്ണിലൂടെ, ഭീമൻ എന്ന കഥാപാത്രത്തിന്റെ കണ്ണിലൂടെ മഹാഭാരതത്തെ ആഖ്യാനം ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചത് കൊണ്ടായിരുന്നു. മറ്റൊരു വീക്ഷണകോൺ എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സണിൽ കഥ പറയുക എന്നതാണ്. ഇത് ഒരുപക്ഷെ എഴുത്തുകാർ സർവ്വസാധാരണമായി സ്വീകരിക്കുന്ന ഒരു ആഖ്യാന രീതിയല്ല. കാരണം ഇത് കുറെ പ്രയാസം ഉള്ള ഒരു ആഖ്യാന രീതിയാണ്. അതുകൊണ്ടാണ് ഈ ആഖ്യാന രീതി പലപ്പോഴും എഴുത്തുകാർ ഒഴിവാക്കുന്നത്. പക്ഷേ ചെറുകഥകളിലും നോവലുകളിലും ചുരുക്കമായ രണ്ടാം പുരുഷനിലുള്ള വീക്ഷണകോൺ കാണാറുള്ളെങ്കിലും മലയാളത്തിൽ ഇത്തരം വീക്ഷണകോൺ വളരെ ഫലപ്രദമായി ഉപയോഗിച്ച എഴുത്തുകാരുണ്ട് N. മോഹനൻ.
അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ശ്രദ്ധേയമായ കഥ നിന്റെ കഥ എന്റെയും ഇത്തരം ഒരു വീക്ഷണത്തിൽ അവതരിപ്പിക്കുന്ന കഥകളിൽ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ബഷീറിന്റെ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു മനുഷ്യൻ എന്ന കഥയും ഇത്തരം ഒരു വീക്ഷണകോണിലാണ് ആഖ്യാനം നിർവഹിക്കുന്നത്. ആ കഥയിൽ രണ്ടാം പുരുഷനിൽ ആരംഭിച്ച് ആഖ്യാനം ഒന്നാം പുരുഷനിലേക്ക് മാറുകയാണ്. കഥ ആരംഭിക്കുന്നത് രണ്ടാം പുരുഷനായ നിങ്ങളിലാണ്. പിന്നീട് ആ കഥ പതുക്കെ പതുക്കെ സ്വന്തം കഥയായി മാറുന്ന വിധത്തിലേക്ക് ബഷീർ അത് മാറ്റിയെടുക്കുകയാണ്. ഇത്തരത്തിൽ ആഖ്യാതാവ് തന്നെ ആഖ്യാനം നിർവഹിക്കുന്ന രീതിയും കഥകളിൽ കാണാറുണ്ട്. സാധാരണ മിക്കവാറും എല്ലാ എഴുത്തുകാരും കൂടുതലായി സ്വീകരിച്ചിട്ടുള്ള ഒരു ആഖ്യാന രീതിയാണ് ആഖ്യാതാവ് തന്നെ ആഖ്യാനം നടത്തുന്ന രീതി. ഇതിന് നമ്മൾ പ്രഥമ പുരുഷ വീക്ഷണം, തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയാം. മലയാളത്തിലെ പദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ പ്രഥമ പുരുഷനെ മലയാളത്തിൽ തേർഡ് പേഴ്സൺ എന്നാണ് പറയുന്നത്. അതാണ് സർവജ്ഞനായ ആഖ്യാതാവ്. ഇത് ഇവിടെ ആഖ്യാതാവ് ആഖ്യാനത്തെ സംബന്ധിച്ചിടത്തോളം സർവജ്ഞനാണ്. എല്ലാം കാണുന്ന എല്ലാ സംഭവങ്ങളുടെയും ദൃക്സാക്ഷിയായ എഴുത്തുകാരെന്ന് പറയും. വീക്ഷണസ്ഥാനങ്ങളിൽ ഏറ്റവും പഴയതും സാർവത്രികവുമായും എഴുത്തുകാർ ഉപയോഗിക്കുന്ന ആഖ്യാന രീതിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ അതിൽ ഈ പറയുന്ന വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഏറ്റവും ശ്രദ്ധേയമായൊരു കഥയാണ്. ആഖ്യാന ഘടകങ്ങളിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ആഖ്യാനത്തിന്റെ സ്ഥലമാണ്. ആഖ്യാന പഠനത്തിൽ സ്ഥലത്തെക്കുറിച്ചുള്ള, സ്പേസിനെ കുറിച്ചുള്ള ആലോചനകളും വളരെ പ്രധാനപ്പെട്ടതാണ്. കഥയിൽ സംഭവങ്ങൾ നടക്കുന്ന സ്ഥലത്തെയാണ്, ആ സ്ഥലത്തെ സംബന്ധിക്കുന്ന സംജ്ഞയാണ് സ്ഥലികത, സ്പേഷ്യാലിറ്റി എന്ന് ആഖ്യാന ശാസ്ത്രം പറയുന്നത്. നമുക്കറിയാം, മലയാളത്തിൽ സി വി ശ്രീരാമന്റെ പല കഥകളുടെയും പശ്ചാത്തലം തീർത്ഥാടന കേന്ദ്രങ്ങളും ആശ്രമ പശ്ചാത്തലവും. അത്തരത്തിൽ തീർത്ഥാടന കേന്ദ്രങ്ങളും ആശ്രമ പശ്ചാത്തലവും ഇതിവൃത്തമാകുന്ന നിരവധി കഥകൾ സി വി ശ്രീരാമൻ്റെതായിട്ടുണ്ട്. അത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കഥയാണ് ക്ഷുരസ്യധാര എന്ന കഥ. മുക്തിയിലേക്കുള്ള പാത കഠിനമാണ് എന്ന പ്രമേയമാണ് ഈ കഥ അവതരിപ്പിക്കുന്നത്. ഒരു ക്ഷുരകന്റെ കയ്യിലെ മൂർച്ചയേറിയ കത്തിയുടെ വായ്ത്തല പോലെ, ഒരു കത്തിയിലൂടെ നടക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. അത്തരത്തിൽ ക്ഷുരകന്റെ കയ്യിലിരിക്കുന്ന കത്തിയുടെ വായ്ത്തുല പോലെ വളരെ പ്രയാസമേറിയതാണ് മുക്തിയിലേക്കുള്ള പാത എന്ന പ്രമേയമാണ് ഈ കഥയിൽ അവതരിപ്പിക്കുന്നത്. ഭൗതിക ജീവിതത്തിലെ പാപങ്ങളാൽ അസ്വസ്ഥമാക്കപ്പെട്ട മനസ്സുമായി മുക്തി ലക്ഷ്യമാക്കി ആശ്രമത്തിലെത്തിയ ഒരു അഭിഭാഷകനാണ് കഥയിലെ കേന്ദ്ര കഥാപാത്രം. അപ്പോൾ നമുക്ക് ക്ഷുരസ്യധാര എന്ന കഥയുടെ സ്ഥലികത എന്ന ഘടകം ആശ്രമ പരിസരമാണെന്ന് പറയും. സ്ഥലികതയെക്കുറിച്ച് പറയുമ്പോൾ സ്ഥലികത തിരഞ്ഞെടുക്കുന്നതിൽ വളരെ പ്രാധാന്യമുണ്ട്, പ്രധാനപ്പെട്ട കാര്യമാണ്. പറയേണ്ട കാര്യം ഏതെങ്കിലും ഒരു പശ്ചാത്തലത്തിൽ പറഞ്ഞാലും കഥ നന്നാകണമെന്നില്ല. കഥയിലെ സ്ഥലികത എന്ന ഘടകം ഇതിവൃത്തത്തെ നിവർത്തി കാണിക്കാനായി ആഖ്യാതാവ് കണ്ടെത്തുന്ന വെറും ഒരിടം മാത്രമല്ല. ശ്രീരാമന് തന്നെ മറ്റൊരു പ്രസിദ്ധമായ കഥ പരിശോധിച്ചാൽ അത് കൂടുതൽ വ്യക്തമാകും. വാസ്തുഹാര എന്ന കഥ 1947 ഇന്ത്യ വിഭജനത്തെ തുടർന്നുള്ള ചരിത്ര പശ്ചാത്തലമാണ് വാസ്തുഹാരയുടെ ഇതിവൃത്ത പശ്ചാത്തലം. ഇന്ത്യ വിഭജനത്തിൽ ബംഗാൾ പടിഞ്ഞാറൻ ബംഗാൾ എന്നും വെസ്റ്റ് ബംഗാൾ എന്നും കിഴക്കൻ ബംഗാൾ എന്നും വിഭജിക്കപ്പെട്ടു. കിഴക്കൻ ബംഗാൾ പെട്ടെന്ന് വിദേശ രാജ്യത്തിന്റെ ഭാഗമായി. തുടർന്ന് നടന്ന മതലഹളയിൽ ആയിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത്. ഹിന്ദുക്കളായ ബംഗാളികൾ കിഴക്കൻ ബംഗാളിലുള്ള അവരുടെ വീടും തറവാടും ഉപേക്ഷിച്ച് പടിഞ്ഞാറൻ ബംഗാളിലേക്ക് ഒളിച്ചോടി. അപ്പോൾ അവിടം ലക്ഷക്കണക്കിന് അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു. ഈ അഭയാർത്ഥികളെ പല കൂടാരങ്ങളായി മാറ്റിപ്പാർപ്പിച്ചു. പല കാരണങ്ങളാൽ ആയിരം ആളുകൾ മരണമടഞ്ഞു. ഇവരെ നമ്മൾ അഭയാർത്ഥികൾ എന്നാണ് വിളിക്കുന്നതെങ്കിലും വാസ്തവത്തിൽ അവർ വാസ്തുഹാരകൾ, വസ്തു അപഹരിക്കപ്പെട്ടവരാണ്. ജനിച്ച തറവാടും വീടും പറമ്പും ഉപേക്ഷിച്ച് പ്രാണവേദനയോടെ മറുനാട്ടിലേക്ക് ഓടിപ്പോയവർ, വസ്തു പിടിച്ചു വാങ്ങപ്പെട്ടവരാണ്. ഇവരിൽ ധാക്കയിൽ നിന്നും അഭയാർത്ഥികളായി കൊൽക്കത്തയിലെത്തിയ
ആരതി പണിക്കർ എന്ന ബംഗാളി സ്ത്രീയാണ് സി വി ശ്രീരാമന്റെ ഈ വാസ്തുഹാര എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രം. വളരെ സവിശേഷമായ ഒരു സ്ഥല ചിത്രീകരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് വാസ്തുഹാരയിലെ കഥാഖ്യാനം നടക്കുന്നത്. കഥയിലെ സംഭവങ്ങൾ നടക്കുന്നത് കൊൽക്കത്തയിലും കേരളത്തിലുമായിട്ടാണ്. ഈ രണ്ട് പ്രദേശങ്ങളും ഭാരതത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലെ രണ്ട് പ്രധാന ഇടങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മലയാള കവിതയിൽ നമുക്കറിയാം, കാൽപ്പനികതയ്ക്ക് ദൃഢശോഭ നൽകിയിട്ടുള്ള കുമാരനാശ തന്റെ പ്രധാനപ്പെട്ട കൃതികളൊക്കെ എഴുതുന്നത് കൽക്കത്തയിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷമാണ്. കൊൽക്കത്തയിലെ പഠനകാലം ആശാനിൽ വളർത്തിയ നവോത്ഥാന വീക്ഷണത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം ചരിത്രപരമായ ഈ അടുപ്പത്തെ ദൃഢമാക്കുകയാണ് യഥാർത്ഥത്തിൽ വാസ്തുഹാരയിലൂടെ ശ്രീരാമൻ ചെയ്യുന്നത്. ഈ രണ്ട് ഇടങ്ങളും കൽക്കത്തയും കേരളവും ഒന്നു തന്നെയാണ്. ഒരു സമുദ്രദൂരത്തിന്റെ അകലം ഇവ തമ്മിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഇത് രണ്ടും ഒന്നാണ് എന്ന് ബോധ്യപ്പെടുത്താനായിട്ട് വളരെ വിദഗ്ധമായ ചില രചനാതന്ത്രങ്ങളിലൂടെ ഈ രണ്ട് ഇടവും നമുക്ക് ഒന്ന് കാൽ വെച്ചാൽ എത്താവുന്ന ഒരിടമായി കേരളത്തിൽ നിന്നും കൊൽക്കത്തയെ അവതരിപ്പിക്കത്തക്ക വിധത്തിൽ വളരെ വിദഗ്ധമായ ആഖ്യാന തന്ത്രത്തിലൂടെയാണ് ഈ രണ്ട് ഇടങ്ങളുടെയും ബന്ധത്തെ ശ്രീരാമൻ ആവിഷ്കരിക്കുന്നത്. അതുകൊണ്ടാണ് കൊൽക്കത്തയിൽ നടക്കുന്ന സംഭവങ്ങൾ വായിക്കുമ്പോൾ അത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളായി നാം അനുഭവിക്കുന്നത്. കൊൽക്കത്തയിലെ ഗ്രാമങ്ങളെ വർണ്ണിക്കുമ്പോൾ കേരളത്തിലെ നാട്ടിൻപുറങ്ങളെ ഓർമ്മയിലെത്തുന്നത് അതുകൊണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, സ്ഥലം എന്നത് ഒരു എഴുത്തുകാരന് തന്റെ ഇതിവൃത്തത്തെ നിവർത്തി കാണിക്കാനുള്ള വെറുമൊരു ഇടമല്ല. അതിനാ കഥയുടെ ആന്തരജീവിതവുമായി, കഥയുടെ ഭാവതലവുമായി വലിയ ബന്ധമുണ്ട് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ആഖ്യാനത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കാലമാണ്. നമുക്കറിയാം, അനുസ്യൂതമായി ഒഴുകുന്ന കാലത്തിൽ നിന്നും വല്ലപ്പള്ളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ചില മുന്തിയ നിമിഷങ്ങളെ ആവിഷ്കരിക്കാനാണ് എഴുത്തുകാർ ശ്രമിക്കുന്നത്. കേരളീയ ജീവിതത്തെ വലിയ ക്യാൻവാസിൽ അവതരിപ്പിച്ച എഴുത്തുകാരിൽ ഒരാളാണ് ഉറൂബ്. അദ്ദേഹത്തിന് സുന്ദരികളും സുന്ദരന്മാരും, ഉമ്മാച്ച് പോലുള്ള നോവലുകൾ ഇതിന് തെളിവാണ്. യഥാർത്ഥത്തിൽ സംഭവങ്ങളെ കാലത്തോട് ചേർത്ത് നിർത്തി തൻ്റെതായ ജീവിത ചിത്രങ്ങൾ വരയ്ക്കാനാണ് തൻ്റെ ഈ വലിയ പ്രധാനപ്പെട്ട കൃതികളിലൂടെ ഉറൂബ് പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അതിലൂടെ മനുഷ്യ ജീവിതത്തിലെ നന്മകളെയും തിന്മകളെയും കറുപ്പിലും വെളുപ്പിലും വരയ്ക്കാനും വ്യാഖ്യാനിക്കാനുമാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. മലബാർ എന്ന സ്ഥലികതയിൽ അക്കാലത്തെ നിരവധി സാമൂഹിക ഘടകങ്ങളെ കൂട്ടിയിണക്കുകയാണ് സുന്ദരികളും സുന്ദരന്മാരും എന്ന തൻ്റെ സവിശേഷമായ നോവലിലൂടെ അദ്ദേഹം ചെയ്യുന്നു. അങ്ങനെ സ്ഥലകാലങ്ങളുടെ സവിശേഷമായ കൂടിച്ചേരൽ ഈ നോവലിന്റെ ആഖ്യാന ഘടനയിൽ നമുക്ക് കണ്ടെത്താനാകും. ആ കാലത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ, ഒന്നാം ലോക മഹായുദ്ധം, മലബാർ കലാപം, അതുപോലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്വാധീനം, ദേശീയ പ്രക്ഷോഭത്തിന്റെ അലയൊലികൾ, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ മുന്നേറ്റങ്ങൾ, ക്വിറ്റ് ഇന്ത്യ സമരം, രണ്ടാം ലോക മഹായുദ്ധം, ഇങ്ങനെ പല വിധത്തിൽ ആശയ രൂപീകരണങ്ങളെ, പലതരത്തിലുള്ള ആശയങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് 3 പതിറ്റാണ്ടിലധികം വരുന്ന കാലയളവിനെയാണ് മലബാറിലെ സാമൂഹിക ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ തന്റെ നോവലിലൂടെ അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. അപ്പോൾ ഒരു രചന, ഒരു കഥ ആവിഷ്കരിക്കപ്പെടുന്ന കാലം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണെന്ന് പറയാം. കഥാഖ്യാനത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കഥാപാത്ര സൃഷ്ടിയാണ്. ആഖ്യാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് കഥാപാത്ര സൃഷ്ടി എന്ന് പറയുന്നത്. ഇന്ദുലേഖ എന്ന നോവൽ വായിച്ചവർ എത്ര നാൾ കഴിഞ്ഞാലും അതിലെ കഥാപാത്രങ്ങളെ, സൂര്യനമ്പൂതിരിപ്പാടിനെ നമ്മൾ ഒരിക്കലും മറക്കാറില്ല. പക്ഷേ ആ കഥാപാത്ര സൃഷ്ടിയുടെ മികവ് കൊണ്ടാണ് ഇന്ദുലേഖ ഇപ്പോഴും സാമൂഹികമായ, സാംസ്കാരികമായ മറ്റു തലങ്ങൾ അതിനകത്തുണ്ട്, സംശയമില്ലാത്ത കാര്യം. പക്ഷെ അതിലെ കഥാപാത്ര സൃഷ്ടിയും അനന്യമായി നമ്മുടെ മനസ്സിൽ നിൽക്കുന്നു എന്ന് പറയുന്നു. നമ്മൾ നളചരിതം ആട്ടക്കഥയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. നളചരിതം ആട്ടക്കഥയിലെ കഥാപാത്ര സൃഷ്ടിയുടെ സവിശേഷതകളെക്കുറിച്ച്, നളനെക്കുറിച്ചും അതുപോലെ ദമയന്തിയെക്കുറിച്ചും, ദമയന്തിയുടെ തോഴിയെക്കുറിച്ചും, അതുപോലെ നളൻ ദമയന്തിയെ കണ്ടുപിടിക്കാനായിട്ട് അയക്കുന്ന സുദേവ ബ്രാഹ്മണൻ എന്ന കഥാപാത്രത്തെക്കുറിച്ചും, അല്ലെങ്കിൽ ഒരു നിമിഷം ആ ആട്ടക്കഥയിൽ വന്നു പോകുന്ന ചെറിയ കഥാപാത്രങ്ങളെ പോലും, കാട്ടാളനായാലും അത്തരം ചെറിയ കഥാപാത്രങ്ങളായാലും അതൊക്കെ
ആ കഥാപാത്ര സൃഷ്ടിയുടെ സവിശേഷതകൾ കൊണ്ടാണ് ആ കൃതി വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് നമുക്കറിയാം. കാന്താരതാരകം എന്ന തന്റെ പ്രസിദ്ധമായ വ്യാഖ്യാനത്തിൽ AR രാജരാജവർമ്മ നളചരിതത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിൽ നളചരിതത്തിന്റെ ഓരോരോ ഘടകങ്ങൾ എടുത്ത് ചർച്ച ചെയ്യുന്നു. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കഥാപാത്ര സൃഷ്ടിയിൽ ഉണ്ണായി വാര്യർ പുലർത്തുന്ന അനന്വയമായ ഒരു കൈവിരുത ആണ് എന്ന് എടുത്തു പറയുന്നതാണ്. ഇത്തരത്തിൽ ആഖ്യാനത്തിലെ ഇതിവൃത്തത്തിന്റെ വികാസത്തിൽ കഥാപാത്രങ്ങൾ എങ്ങനെ ഇടപെടുന്നു എന്നത് ഒരു ആഖ്യാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിലപ്പോഴൊക്കെ നമുക്കറിയാം, വായനക്കാരുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് ആഖ്യാതാവിന്റെ തന്നെ നിയന്ത്രണത്തിൽ നിന്നും തെന്നിമാറി കഥാപാത്രങ്ങൾ പ്രവർത്തിക്കാറുണ്ട്. ഇന്ദുലേഖ വായിക്കുമ്പോൾ മാധവൻ എങ്ങനെയൊക്കെ പെരുമാറുമെന്ന് നമുക്ക് ഊഹിക്കാം. മാധവൻ ചെയ്താലും പ്രവർത്തിച്ചാലും ഇത്രയൊക്കെ ആകെയുള്ളൂ എന്ന് നമുക്ക് ഊഹിക്കാം. അത്രയും കഥാപാത്രങ്ങൾ ഉണ്ടാകും. ചിലപ്പോഴൊക്കെ നമ്മുടെ ഊഹത്തിൽ നിന്നും വായനക്കാരുടെ ഊഹത്തിൽ നിന്നും കുറച്ച് അതിശയോക്തിയോടുകൂടി പറഞ്ഞാൽ എഴുത്തുകാരന്റെ കയ്യിൽ നിന്ന് പോലും വഴുതി മാറുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാകാം. EM ഫോസ്റ്റർ നോവലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ലളിത സ്വഭാവികളായ കഥാപാത്രങ്ങൾ, ഫ്ലാറ്റ് ക്യാരക്ടേഴ്സ്, സങ്കീർണ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ, റൗണ്ട് ക്യാരക്ടേഴ്സ്, ഉരുണ്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന സങ്കീർണ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ എന്ന് നോവലിലെ കഥാപാത്രങ്ങളെ EM ഫോസ്റ്റർ രണ്ടായി തിരിക്കുന്നു. ഇത്തരം സങ്കീർണ വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുക എന്നത് ഒരു ആഖ്യാതാവിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിന്റെ സർഗവൈഭവത്തിന്റെ തെളിവായിട്ട് നമുക്കത് ചൂണ്ടിക്കാണിക്കാം. നമുക്കറിയാം, മലയാളത്തിൽ CV രാമൻപിള്ളയുടെ നോവലുകൾ വായിക്കുമ്പോൾ അദ്ദേഹം സൃഷ്ടിച്ച അമാനുഷ്യ കഥാപാത്രങ്ങൾ, അവരുടെ പ്രവൃത്തികൾ ശ്രദ്ധിച്ചാൽ സങ്കീർണ വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളുടെ സ്വഭാവം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ചന്ദ്രക്കാരനെ, ഉഗ്ര, ശാന്ത, ഹരിവഞ്ചാന്മാരെയൊക്കെ സൃഷ്ടിച്ച CV രാമൻപിള്ളയുടെ കഥാപാത്ര സൃഷ്ടിയുടെ വൈവിധ്യം പല എഴുത്തുകാരും നിരൂപകന്മാരും എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിലെ പരിണാമങ്ങൾ വളരെ സ്വാഭാവികതയോടുകൂടി ആവിഷ്കരിക്കുന്നതിൽ ആഖ്യാതാവ് ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് ഇത്തരം കഥാപാത്ര സൃഷ്ടിയിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. കഥാപാത്രം ആദ്യമേ തന്നെ പ്രകടിപ്പിക്കുന്ന സ്വഭാവത്തെ, കഥാപാത്ര സൃഷ്ടിയിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഥാപാത്രങ്ങൾ ആദ്യമേ തന്നെ പ്രകടിപ്പിക്കുന്ന സ്വഭാവത്തെ ഒന്നാകെ മാറ്റിമറിക്കുന്നത് ചിലപ്പോൾ നമുക്ക് അസ്വാഭാവികമായി തോന്നും. അപ്പോൾ എന്ത് വേണം? കഥാപാത്രം അവസാനം എന്തായി തീരുന്നുവോ അതിനടിസ്ഥാനമായ സാധ്യതകളുടെ ബീജം വളരെ മുൻപേ തന്നെ അയാളിൽ ഉണ്ടാകും. ചില സിനിമകളൊക്കെ കാണുമ്പോൾ കഥാപാത്രങ്ങളുടെ അവസാനത്തിലുള്ള ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, വളർച്ച എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ അസ്വാഭാവികമായി തോന്നിയേക്കാം. അപ്പൊ അത്തരത്തിൽ ആ പരിണാമം മുളച്ചു വരാനുള്ള സാഹചര്യങ്ങൾ പിന്നെ പിന്നെ പതുക്കെ ഉണ്ടാവുകയും അത്തരം സ്വാഭാവികമായ മാറ്റത്തിലേക്കും വളർച്ചയിലേക്കും പോവുക എന്നതാണ് ഒരു കഥാപാത്ര സൃഷ്ടിയിൽ ഒരു എഴുത്തുകാരൻ പുലർത്തേണ്ട ധർമ്മം എന്ന് പറയാം. ഇത്തരം സങ്കീർണ കഥാപാത്രങ്ങളെയും ലളിത സ്വാഭാവികളായ കഥാപാത്രങ്ങളെയും നമുക്ക് ആഖ്യാനത്തിൽ കാണാൻ സാധിക്കും. ഇതുപോലെ നിരവധി ഘടകങ്ങൾ, ഈ പറഞ്ഞ അതല്ലാതെ നിരവധി ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഒരു ആഖ്യാനം പൂർത്തിയാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഘടകങ്ങളുടെ സഹായത്തോടു കൂടി ഒരു കഥ പറയുന്നതിനെയാണ് കഥാഖ്യാനം എന്ന് പറയുന്നത്. ഈ പറഞ്ഞതാണ് ഒരു കഥാഖ്യാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഈ ആഖ്യാന ഘടകങ്ങളാൽ രൂപപ്പെടുമ്പോഴാണ് കഥാഖ്യാനമായി മാറുന്നതെന്ന് പറയാം. ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ മലയാളത്തിൽ ആഖ്യാന ശാസ്ത്രം, അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ അധികമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. 1911 AR രാജരാജവർമ്മ തന്റെ സാഹിത്യസാഹിം എന്ന കൃതിയിൽ ആഖ്യാനം എന്ന പദത്തെ വിശദീകരിക്കുന്നു. ആഖ്യാനം ഒരുപക്ഷെ ആഖ്യാന ശാസ്ത്രം എന്ന ഒരു പഠന ശാഖ രൂപപ്പെടുന്നതിന് മുൻപ് അത്തരമൊരു പഠനശാഖയുടെ ഭാഗമായിട്ടല്ല സാഹിത്യത്തിൽ AR ആഖ്യാനം എന്ന പദം വിശദീകരിക്കുന്നതെങ്കിൽ പോലും ആഖ്യാനം എന്ന പദത്തെക്കുറിച്ച് വളരെ തൃപ്തികരമായ ചില വിശദീകരണങ്ങൾ നൽകാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. മലയാളത്തിൽ പിന്നീട് ആധികാരികമായി ആഖ്യാന ശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനം നടത്തിയിട്ടുള്ളത് കവിയായ ഡോക്ടർ K. അയ്യപ്പ പണിക്കരാണ്. കേരള സർവകലാശാല മലയാള വിഭാഗം CV രാമൻപിള്ള സ്മാരക പ്രഭാഷണത്തിന്റെ ഭാഗമായി ആഖ്യാന കലയെക്കുറിച്ച് അദ്ദേഹം നടത്തിയൊരു പ്രഭാഷണം
ആഖ്യാന കല എന്ന പേരിൽ ചെറിയ ഒരു കൃതിയായി പ്രസിദ്ധപ്പെടുത്തി. തുടർന്ന് അത് 1993 എനിക്ക് തോന്നുന്നു. തുടർന്ന് 1999 ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തം തത്വവും പ്രയോഗവും എന്ന പേരിൽ വളരെ വിശദമായി ആഖ്യാന ശാസ്ത്രത്തെക്കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുന്നു. പിന്നീട് മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ആധികാരികമായ കൃതി ഡി രാധാകൃഷ്ണന്റെ ആഖ്യാന വിജ്ഞാനം എന്ന കൃതിയാണ്. പിന്നെ കഥയെക്കുറിച്ചും നോവലിനെ കുറിച്ചും കവിതയെക്കുറിച്ചുമുള്ള അതിൻ്റെ ആഖ്യാന സവിശേഷതകളെക്കുറിച്ചുള്ള നിരവധി പഠനങ്ങൾ, അതുപോലെ വിവിധ സർവകലാശാലകളിൽ ആഖ്യാന ശാസ്ത്രത്തെ മുൻനിർത്തിയുള്ള ഗവേഷണ പ്രബന്ധങ്ങളൊക്കെ ഇക്കാലത്ത് ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, ഭാരതത്തിൻ്റെ ആഖ്യാന പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ സമയമില്ലാത്തത് കൊണ്ട് അത്തരം കാര്യങ്ങളെ കടക്കുന്നില്ല. വളരെ വിശാലമായ ഒരു ആഖ്യാന പാരമ്പര്യമുള്ള ഒരു നാടാണ് ഭാരതം എന്ന് പറയുന്നത്. ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ ഭാരതത്തിൻ്റെ ആഖ്യാന കഥകളെ, ആഖ്യാന പാരമ്പര്യത്തെ, ആഖ്യാന രീതികളെ 10 പേരുകൾ നൽകിയിട്ട് അദ്ദേഹം അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ കേരളത്തിനും ഒരു വലിയൊരു ആഖ്യാന പാരമ്പര്യമുണ്ടെന്ന് പറയാം. കൂത്തിലായാലും പാഠകത്തിലായാലും കഥകളിയിലായാലും തുള്ളലിലായാലും ഹരികഥാ കാലക്ഷേപം പോലുള്ള കലാരൂപങ്ങളിലായാലും കഥ പറച്ചിലിൻ്റെതായ ഒരു തനതായ സവിശേഷമായൊരു മാർഗം രൂപപ്പെടുത്തിയ നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഭാരതീയവും കേരളീയവുമായ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഭാരതീയവും കേരളീയവുമായ വലിയ ഒരു ആഖ്യാന പാരമ്പര്യത്തിൽ നിന്ന് രൂപപ്പെട്ട ഊർജം കൈക്കൊണ്ടുകൊണ്ടാണ് മലയാളത്തിലെ കഥാഖ്യാന പാരമ്പര്യത്തിൻ്റെ പ്രവാഹം എന്ന് പറയും. അതിൻ്റെ ഒരു വലിയ തുടർച്ചയുടെ പാരമ്പര്യത്തിൻ്റെ വലിയ വിളക്ക് മരങ്ങളാണ് അത്. സി വി രാമൻപിള്ള പോലുള്ള, പിന്നീട് തകഴിയെ പോലുള്ള, MD പോലുള്ള പുതിയ കാലഘട്ടത്തിലേക്ക്, പുതിയ രൂപങ്ങളിലേക്ക് അത് ഒഴുകി പ്രവഹിക്കുന്നത് എന്ന് പറയാം. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്ര, എനിക്ക് തോന്നുന്നു 40 മിനിറ്റ് ഇതിനെക്കുറിച്ച്, വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും തുടർന്ന് 20 മിനിറ്റോളം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ ആഖ്യാന ശാസ്ത്രത്തെക്കുറിച്ച് വളരെയധികം വായിച്ചിട്ടുള്ള അറിവുള്ള അധ്യാപകർ തന്നെയാണ് ഈ വെബിനാർ ജോയിൻ ചെയ്തിട്ടുള്ളത്. അവരുടെ കൂടി അത് വളർന്നു വരുന്ന ഒരു ശാഖയായതുകൊണ്ട് തന്നെ അവരുടെ കൂടി ചില അഭിപ്രായങ്ങൾ ഈ ഒരു അവതരണത്തെ കുറെ കൂടി ഫലപ്രദമാക്കുമെന്ന് കരുതുന്നു. അവരുടെ അഭിപ്രായങ്ങളിലേക്ക് പോകാം എന്ന് തോന്നുന്നു. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്ന് ഞാൻ സംസാരിക്കുകയും ചെയ്യും. നന്ദി.